നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. കൗൺസിൽ യോഗം ചേരുന്നു ഉച്ചയ്ക്ക് ശേഷം. അവിടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കം കഴിഞ്ഞ 2 ദിവസങ്ങളായി UDF-ന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും എന്ന് വേണം കരുതാൻ. ഏതായാലും LDF ഇതിനെ പിന്തുണയ്ക്കുമോ എന്നതിലാണ് ആകാംക്ഷ. അവിശ്വാസ പ്രമേയത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുമെന്നും കാലാവധി തികയ്ക്കുമെന്നും മേയർ VV രാജേഷ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഏതായാലും വലിയ തർക്കം അവിടെ തുടരുന്ന പശ്ചാത്തലമുണ്ട്. അതിനൊപ്പമാണ് ഹോർമുസുമായി ബന്ധപ്പെട്ട തർക്കം അത് തുടരുന്നു. അവിടെ പ്രത്യേക പാത തുറക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ ഇറാൻ എതിർക്കുന്നു. അത് സമാധാന കരാറിൽ ഒരു ചെറിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പക്ഷേ നാളെ ഒരുപക്ഷെ കരാറിൻ്റെ 2ാം ഘട്ട ചർച്ച നടന്നേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ നമുക്ക് സമഗ്രമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് നിർണായക ദിനം. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ UDF. അവിശ്വാസ പ്രമേയ നീക്കത്തെ തള്ളി LDF നേതൃത്വം. ഭരണസ്തംഭനം ആരോപിച്ച് കോർപ്പറേഷൻ മാർച്ചിന് UDF. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിനിടെ ഇന്ന് നിയമസഭാ സമ്മേളനം. നികുതി ഇളവിൽ മുന്നോട്ട് തന്നെ പോകാൻ സർക്കാർ. വൈദ്യുതി പ്രതിസന്ധിയും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. രാത്രിയിൽ നിയന്ത്രണം തുടരുമെന്ന് KSEB. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കും. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വിശദാംശങ്ങൾ അറിയിക്കാൻ SIT. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയതിനെതിരായ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യത്തിനെതിരെ കോടതിയെ സമീപിച്ചത് പോലീസും EDയും. ആരോപണങ്ങൾ നിഷേധിച്ച് മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴയിൽ മാലിന്യം കലർന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. കുട്ടിക്ക് അണുബാധയും ശാരീരിക പ്രശ്നങ്ങളും. നിയമ നടപടിക്ക് രക്ഷിതാക്കൾ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് താൽക്കാലിക ശമനം. ആക്രമണം നിർത്തിവെക്കാൻ US ഇറാൻ ധാരണ. നാളെ ദോഹയിൽ തുടർ ചർച്ചകൾ. ചർച്ച പൂർത്തിയാകും വരെ കപ്പലുകൾ ഹോർമുസ് കടക്കും. ലോകകപ്പിൽ കാനഡയുടെ ചരിത്ര കുതിപ്പ്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ആദ്യമായി പ്രീ ക്വാർട്ടറിൽ. ബ്രസീലിന് ഇന്ന് അഗ്നിപരീക്ഷ. നോക്കൌട്ടിലെ എതിരാളികൾ ജപ്പാൻ. നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് തന്നെ പോകണം. അവിടെ 2 ദിവസം നീണ്ടുനിന്ന വലിയ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനം എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. US-ഉം ഇറാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായി എന്ന വിവരം കൂടി പുറത്തുവരുന്നു. നാളെ ഒരുപക്ഷെ ദോഹയിൽ തുടർ ചർച്ചകൾ നടന്നേക്കാം എന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഈ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം തുടരുന്നത്. ഹോർമുസിൽ പ്രത്യേക പാത തുറക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ് വലിയ വെല്ലുവിളിയായത്. അത് പരസ്പര ആക്രമണങ്ങൾക്കൊക്കെ ഇടയാക്കുകയായിരുന്നു. ചർച്ച പൂർത്തിയാകുന്നതോടെ കപ്പലുകളെ സ്വതന്ത്രമായി കടത്തിവിടാനും ധാരണയുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, സൈനിക താവളങ്ങളെ പരസ്പരം ആക്രമിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസവും അമേരിക്കയും ഇറാനും ഈ ധാരണാപത്രത്തിൻ്റെ പലവിധ ലംഘനങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ അതിനൊക്കെ ഒരു ശമനമുണ്ടാവുകയാണോ? ഏറ്റവും പുതിയ വിവരമനുസരിച്ച് സമാധാനം, അത് പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് ഇരു രാജ്യങ്ങളും പറയും. പക്ഷേ എന്തെങ്കിലും കാരണം പറഞ്ഞ് തെറ്റും, വീണ്ടും പരസ്പരം ആക്രമണങ്ങൾ നടത്തും, പിന്നീട് സമാധാനത്തിലേക്ക് വരും. അങ്ങനെ ഒരു താൽക്കാലിക ധാരണ എന്ന രീതിയിൽ കണ്ടാൽ മതിയോ, അതോ സ്ഥിരമായി ഒരു ധാരണയിലേക്ക് എത്തുമോ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ അമേരിക്കയോ ഇറാനോ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്സിയോസും അതുപോലെ റോയിറ്റേഴ്സുമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഇതനുസരിച്ച് ഇറാനും അമേരിക്കയും പരസ്പരമുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ ഉടലെടുത്ത് വന്നിട്ടുള്ള തർക്കങ്ങൾ ഹോർമുസ് കടലിടുക്കിലുള്ള സ്വതന്ത്ര സഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വിഷയം നാളെ ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെച്ച് ചർച്ച ചെയ്യുമെന്നാണ് വിവരം. ശരിക്കും
ചർച്ച നടക്കാനിരുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ്. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞയാഴ്ച നടന്നിരുന്നു. രണ്ടാം ഘട്ട ചർച്ചയായിരുന്നു ഈ ആഴ്ച നടക്കാനിരുന്നത്. പക്ഷേ അത് ഈ സംഘർഷങ്ങളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ വെച്ച് ശരിക്കും ഒരു മുൻഗണന കൊടുത്ത് ചർച്ച നടക്കാനിരുന്നത് ഇറാന്റെ ആണവ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരുന്നു. പക്ഷേ ഈ നിലവിൽ ഉടലെടുത്ത പുതിയ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ദോഹയിൽ വെച്ചിട്ട് ഈ ഹോർമുസ് കടലെടുക്ക് വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ പ്രതിനിധികളെ അവിടേക്ക് അയക്കും എന്നുള്ള വിവരങ്ങളൊന്നുമില്ല. അമേരിക്കയും ഇറാനും ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പോ അല്ലെങ്കിൽ പ്രസ്താവനയോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്സിയോസും റോയിറ്റേഴ്സുമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് റോയിറ്റേഴ്സ് പറയുന്നത് ധാരണാപത്രത്തിലെ 14 പോയിന്റ്സും നാളെ ദോഹയിൽ വെച്ച് ചർച്ച ചെയ്യുമെന്നാണ്. പക്ഷേ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹോർമുസ് കടലെടുക്കിൻ്റെ വിഷയമാണ് ഇപ്പോൾ നിലവിൽ തർക്കത്തിലുള്ളത്. അതുകൊണ്ട് ഹോർമുസ് കടലെടുക്ക് വിഷയം മാത്രമാകും മുൻഗണന കൊടുത്ത് ചർച്ചയെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി അതിൻ്റെ പരമോന്നതിയിലെത്തിയിരുന്നു. അമേരിക്ക ഇറാനിലുള്ള ഏതാണ്ട് 10ഓളം സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. അതിന് പകരമായിട്ട് ഇറാൻ ബഹ്റൈനിലേക്കും അതുപോലെ തന്നെ ഖത്തറിലേക്കും മിസൈൽ വർഷം നടത്തി. ബഹ്റൈനിലൊരു ഇരുനില റെസിഡൻഷ്യൽ കെട്ടിടം ഉൾപ്പെടെ തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സംഘർഷം ഒരു അതിരൂക്ഷമായി നിന്നിരുന്ന സമയത്ത് ഇത്തരമൊരു വാർത്ത വന്നത് ആശ്വാസകരം തന്നെയാണ്. ഇനി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണമാണ്. അതാണ് വേണ്ടത്. ഈ സ്ഥിരീകരണമില്ലാതെ ഇപ്പോൾ സാധാരണ ട്രംപ് ആയാലും ഇറാൻ്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇതിലെ ട്രംപിൻ്റെ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഇതിലൊന്നും അധികം പോസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി പലവിധ ആക്രമണങ്ങളുടെ തിരക്കിലായിരുന്നു. കാരണം ട്രംപ് പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണല്ലോ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറായത്. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ അത് സ്ഥിരീകരിക്കേണ്ട കാര്യമാണ് പ്രധാനം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം. ഒപ്പം ഹോർമുസിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ എങ്ങനെയാണ്? ഇറാന്റെ നിരീക്ഷണമുണ്ട്. പൂർണ്ണമായും 30 ദിവസത്തേക്ക് തങ്ങളുടെ കൈവശം പൂർണ്ണ നിയന്ത്രണത്തോടുകൂടി ഹോർമുസ് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതൊക്കെ തർക്ക വിഷയമാണ്, നേരത്തെ അജയ് പറഞ്ഞതുപോലെ. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകണം ചർച്ച സംബന്ധിച്ച്. നേരത്തെ പാകിസ്ഥാനാണ് മുൻകൈ എടുത്തിരുന്നത്. അവരുടെ ഭാഗത്തു നിന്നെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം വേണമല്ലോ. തീർച്ചയായിട്ടും മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നാളെ ദോഹയിൽ നടക്കാനിരിക്കുന്ന ചർച്ചയെപ്പറ്റി യാതൊരുവിധ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അതും ശ്രദ്ധേയം തന്നെയാണ്. ഇതിന് ഈ ചർച്ചയ്ക്ക് ഈ പുതുതായി ഉടലെടുത്ത് വന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ ആരാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുക? പാകിസ്ഥാൻ തന്നെയാണോ ഈ റോളും ഏറ്റെടുക്കുന്നത്? തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ പ്രതിനിധികൾ ഉൾപ്പെടെ നാളെ ദോഹയിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരം ഒരു സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുവരെ ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇരു രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഹോർമുസ് കടലെടുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇറാന് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ നിഷ്കർഷിക്കുന്ന പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നാണ് അബ്ബാസ് അരക്ചി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നെ പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നാളെ ദോഹയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ അവസാനിക്കുന്നത് വരെ കപ്പലുകൾക്ക് സ്വതന്ത്രമായി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാം എന്നാണ്. ശരിക്കും ഇത്തരമൊരു വിവരം അത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആശ്വാസം തന്നെയാണ്. 2 ദിവസത്തെ സംഘർഷം കാരണം നിരവധി കപ്പലുകളുടെ യാത്ര ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇതിൽ ഇറാനോടാണോ US-നോടാണോ അനുമതി ചോദിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. ഇറാൻ വളരെ കർശനമായി തന്നെ അതുവഴിയുള്ള കപ്പലുകൾ 48 മണിക്കൂറുകൾക്ക് മുൻപേ ഇറാനെ അവരുടെ പാത അത് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രാജ്യത്തിൻ്റെ കപ്പലാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യത്തിൽ തന്നെയാണ് അബ്ബാസ് അരക്ചിയുടെ ഇന്നലത്തെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണയായി ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നെങ്കിലും ഒരു പ്രതികരണം വേണ്ടിവരും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമില്ല. പക്ഷേ അപ്പോൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച്, ഇപ്പോൾ നേരത്തെ അജയ് പറഞ്ഞ റോയിറ്റേഴ്സിൻ്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന രീതിയിൽ ഇന്നലെ രാത്രിയിലൊന്നും വലിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ പക്ഷേ
സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടാണ് നിർണായക യോഗം ഇന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് കൗൺസിൽ യോഗം ചേരുക. ഭരണസ്തംഭനം ആരോപിച്ച് UDF കോർപ്പറേഷൻ മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൗൺസിൽ യോഗം നടക്കുന്നതിന് മുന്നോടിയായി പ്രതിഷേധ മാർച്ച് നടക്കും. UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ LDF തള്ളിയിരുന്നു. നോട്ടീസ് നൽകാൻ മതിയായ അംഗബലമില്ലെന്നിരിക്കെ കോൺഗ്രസ് നീക്കം നാടകമെന്ന് പറഞ്ഞാണ് CPMന്റെ ആരോപണം. ഇതോടെ അവിശ്വാസ പ്രമേയം നീക്കം പ്രതിസന്ധിയിലായി. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. പക്ഷേ ആദ്യഘട്ടം മുതൽ ഇക്കാര്യത്തിൽ LDFൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയമായി രണ്ട് കക്ഷികളും ഈ വിഷയത്തിൽ യോജിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാഹചര്യം വെച്ച് ആത്മഹത്യാപരമാണ്. ഇപ്പോൾ എന്താണ് അവിശ്വാസ പ്രമേയത്തിന്റെ അവസ്ഥ? അവിശ്വാസ പ്രമേയ നീക്കം പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. UDF നോട്ടീസ് കൊണ്ടുവരാനുള്ള ശ്രമമെങ്കിലും നടത്തുമോ എന്ന സംശയമാണ്. ഭരണസ്തംഭനമുണ്ട്. അതിൻ്റെ പേരിൽ സംഘർഷ സമരങ്ങളിലേക്കല്ല പോകേണ്ടത്, മറിച്ച് നിയമപരമായ നീക്കങ്ങളിലേക്ക്, അവിശ്വാസ പ്രമേയം അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. അത് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊണ്ടുവരാൻ നീക്കം തുടങ്ങിയത്. LDFന്റെ പിന്തുണയും അവർ പ്രതീക്ഷിച്ചു. LDFിൽ നിന്ന് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ടായി എന്നുള്ളതാണ് വസ്തുത. വി ശിവൻകുട്ടി ഉൾപ്പെടെ നേതാക്കൾ അവിശ്വാസ പ്രമേയം വേണമെന്ന നിലപാടെടുക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ജോയി ഉൾപ്പെടെയുള്ളവർ അത്തരം നീക്കം ഇപ്പോൾ വേണ്ട എന്ന അഭിപ്രായത്തിലേക്കാണ് ആദ്യം മുതൽ എത്തിയത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി നിലപാടറിയും, കാരണം അതൊരു നയപരമായ തീരുമാനമാണ്. ജനങ്ങൾ BJPക്കാണ് നഗരസഭ ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകിയത്. സ്വതന്ത്ര പിന്തുണയാണെങ്കിൽ പോലും അവർക്കാണ് ആ രീതിയിൽ ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഈ ഘട്ടത്തിൽ അട്ടിമറിക്കാൻ തയ്യാറായാൽ അത് ഭാവിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ CPMന്റെ സംസ്ഥാന നേതൃത്വം അടക്കം ഉയർന്നു വന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ നീക്കത്തെ പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടിലേക്ക് CPM എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ നീക്കത്തോട് അത്ര യോജിപ്പില്ല. 20 കൗൺസിലർമാരുടെ മാത്രം പിന്തുണയാണ് UDFന് നഗരസഭയിലുള്ളത്. 29 പേർ ഇടതുമുന്നണിയിലുമുണ്ട്. അങ്ങനെ വന്നാൽ പോലും 49 ആകുകയുള്ളൂ. പൗണ്ടുകടവ് വാർഡ് അംഗം സുധീഷ് കുമാർ നിഷ്പക്ഷ നിലപാടാണ് നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. അതേ നിലപാട് ആവർത്തിക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അങ്ങനെ വന്നാൽ കോൺഗ്രസ് ഈ മതിയായ അംഗങ്ങളുടെ പിന്തുണയില്ലാതെ അവിശ്വാസ പ്രമേയ നീക്കത്തിലേക്ക് പോയാൽ അത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായം കോൺഗ്രസിലുമുണ്ട്. അങ്ങനെ വന്നാൽ ഒരുപക്ഷേ കോൺഗ്രസ് ഈ അവിശ്വാസ പ്രമേയം പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നോട്ടീസ് നൽകാൻ ഇടയില്ല. ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. CPM പൂർണ്ണമായും ആ നീക്കത്തെ ഇപ്പോൾ തള്ളുകയാണ്. ശിവൻകുട്ടി ആദ്യം അനുകൂലിച്ചു. അദ്ദേഹം ഇപ്പോൾ നിലപാട് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത് കോൺഗ്രസിൻ്റേത് നാടകമാണ്, കോൺഗ്രസും BJP തമ്മിലുള്ള ഒത്തുകളിയാണ്, ഭരണസ്തംഭനം മറച്ചുവെക്കാനാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. ഭരണസ്തംഭനം മറച്ചുപിടിക്കാൻ BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് അത്തരമൊരു നീക്കം നടത്തുന്നതാണ് CPM ആരോപിക്കുന്നത്. അതോടുകൂടി ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ ഭാവി തന്നെ അനിശ്ചിതത്തിലായി. പക്ഷേ നിർണായകമായ കൗൺസിൽ യോഗം ഇന്ന് 2:30-ക്ക് ചേരും. 46 ദിവസങ്ങൾക്ക് ശേഷമാണ് കൗൺസിൽ ചേരുന്നത്. കൗൺസിൽ യോഗം നീട്ടിക്കൊണ്ടുപോകാൻ ഉള്ള കാരണമായി ഇടതുമുന്നണിയും UDFും ആരോപിക്കുന്നത് BJPയുടെ കൗൺസിലർ വാഴൂട്ടുകോണം കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിലാണ്. അയാൾ 3 തവണ തുടർച്ചയായ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗത്വം നഷ്ടമാകും. നേരത്തെ ഒരു കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇപ്പോൾ 2 ആകും. ഈ ഒരു യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ സുഗതനെ കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. അതിനും പുറമെ 22 ദിവസത്തിനുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. തെറ്റായ മാർഗങ്ങളിലൂടെ ചട്ടവിരുദ്ധമായ സത്യപ്രതിജ്ഞ ചെയ്ത് ഹൈക്കോടതി വീണ്ടും ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയ കൗൺസിലർമാരൊരാൾ സുഗതനാണ്. 19 പേർ ഇതിനകം കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതൻ ജയിലിലായതുകൊണ്ട് നടന്നിട്ടില്ല. അതിനുവേണ്ടി സുഗതനെ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ പ്രതിസന്ധി തൽക്കാലത്തേക്കിലും കുറയും. ഏതായാലും സുഗതൻ വിഷയം എപ്പോഴും BJPക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അവിശ്വാസ പ്രമേയം നീക്കം ഉണ്ടാകാൻ ഇടയില്ല. അതുണ്ടായാൽ തന്നെ പരാജയപ്പെടുമെന്നും ഉറപ്പാണ്. അതാണ് സാഹചര്യം. ഏതായാലും അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് തൽക്കാലം UDF മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഇടതുമുന്നണിയുടെ പിന്തുണ ഈ അവിശ്വാസ പ്രമേയത്തിന് ഇല്ല, അത് അവർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സമിതിയുടെ അടക്കം അംഗീകാരം വേണം ഈ വിഷയത്തിൽ. പക്ഷേ അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് LDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു വാർത്ത, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വിവാദത്തിനിടെ നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. കോൺഗ്രസിലെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പ് മറികടന്ന് നികുതി നിർദ്ദേശം മുഖ്യമന്ത്രി ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് ധനബിൽ സഭയിൽ വരിക. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചേക്കും. ബജറ്റിലെ ധനാഭ്യർത്ഥനമേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് സഭയിൽ നടക്കുന്നുണ്ട്. VV അരുൺ ചേരുന്നു. അരുണ്,
നേരത്തെ പറഞ്ഞതുപോലെ VM സുധീരൻ്റെ എതിർപ്പുണ്ട്. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യമായി സ്പീക്കർ അദ്ദേഹം പറഞ്ഞിരുന്നു മതനയവുമായി ബന്ധപ്പെട്ട് പൊതുജന വികാരം കണക്കിലെടുക്കണം എന്നുള്ളത്. ഇത്രയധികം എതിർപ്പുള്ളപ്പോഴാണ് സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അത് മുന്നണി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമെന്ന് പറയുമ്പോഴും നടപ്പിലാക്കും എന്ന നിലയിൽ തന്നെയാണോ ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത്? നടപ്പിലാക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം. പക്ഷേ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇത്ര കടുത്ത എതിർപ്പ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ക്ലോസ് ഇട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ധനബിൽ പാസ്സായാലും അത് ഈ തീരുമാനം നടപ്പാകില്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യം ഈ നികുതി കുറഞ്ഞ നികുതിയോടുകൂടി വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. എക്സൈസ് മന്ത്രി അടക്കം പറഞ്ഞത് എക്സൈസിൻ്റെ നിർണായകമായ ഇളവുകൾ അല്ലെങ്കിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടായാൽ മാത്രമേ മദ്യം വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. ധനബിൽ പാസ്സാകും. അത് ബുധനാഴ്ചയാണ് ധനബിൽ സഭയിൽ വരുന്നത്. അത് അവതരിപ്പിച്ച് പാസ്സാകും. പക്ഷേ അതുമായി മുന്നോട്ട് പോകുക അത്ര എളുപ്പമല്ല സർക്കാരിന്. UDF-ൽ എതിർപ്പുണ്ട്, മുസ്ലിം ലീഗിൻ്റെ എതിർപ്പുണ്ട്. അതുപോലെ VM സുധീരൻ ശക്തമായ നിലപാട് ഇപ്പോഴും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു. സാധാരണ സ്പീക്കർമാരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാറുള്ളതല്ല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി തന്നെ അതിലും വന്നു. അദ്ദേഹം വരേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ സബ്ജക്ട് കമ്മിറ്റിയിൽ തിരുവഞ്ചൂരും അംഗമായിരുന്നു. പക്ഷേ ആ തിരുവഞ്ചൂർ ആ സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം ഇടതു സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വീര്യം കുറഞ്ഞ മദ്യം എന്ന നിർദ്ദേശം അദ്ദേഹം എതിർത്തില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവഞ്ചൂരിന് ആ വിഷയത്തിൽ വിശദീകരിക്കേണ്ടി വന്നത്. ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി മുന്നോട്ട് പോകേണ്ട നിലപാടാണ് അദ്ദേഹവും പരസ്യമായി പറഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെ അത്ര എളുപ്പമല്ല സതീശന് ഈ തീരുമാനമായി മുന്നോട്ട് പോകാൻ. ഏതായാലും ധനബിൽ മറ്റന്നാൾ സഭയിൽ വരും, അത് പാസ്സാക്കും. ഇങ്ങനെ ഈ വിവാദം കത്തുനിൽക്കുന്നതിനിടെയാണ് ഇന്ന് വീണ്ടും സഭാ സമ്മേളനം ചേരുന്നത്. ബജറ്റിൻ്റെ വകുപ്പ് തിരിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും ഇന്ന് സഭയിൽ നടക്കേണ്ടത്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും വാഹന നികുതി ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകളുടെയും ചർച്ച ഇന്ന് നടക്കും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസിലെ ആശയക്കുഴപ്പവും അതുപോലെ തന്നെ രണ്ട് അഭിപ്രായവും ഒക്കെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. കോൺഗ്രസ് വേണ്ടി സംസാരിക്കുന്നവരും അതിൽ നിലപാടെടുക്കും. വളരെ പ്രധാനപ്പെട്ട ചർച്ച അതുമായി ബന്ധപ്പെട്ട് തന്നെയാകും ഇന്നും സഭയിൽ നടക്കാൻ പോകുന്നത്. ധനബിൽ ബുധനാഴ്ചയാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും സഭയിലുണ്ടാകും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ പേരിലുള്ള വൈദ്യുതി കട്ടുണ്ട്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു മണിക്കൂറിലേറെ പലയിടങ്ങളിലും പല സമയങ്ങളിലായി വൈദ്യുതി മുടങ്ങുന്നുണ്ട്. ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നുമുണ്ട്. ശരി, ഇന്ന് നിയമസഭാ സമ്മേളനമുണ്ട്. എന്തൊക്കെയാണ് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സഭയിലെ ഇന്നത്തെ നിലപാടുകൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ വൻ കുറവും ആഭ്യന്തര ഉൽപ്പാദനത്തിലെ പ്രതിസന്ധിയുമാണ് രാത്രികാല നിയന്ത്രണത്തിന് കാരണമാകുന്നതെന്ന് KSEB. പ്രതിദിനം ഏകദേശം 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ട് KSEBക്ക്. വേനൽക്കാലത്തെ കടുത്ത ക്ഷാമം പരിഹരിക്കാനായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും സ്വാപ്പ് കരാർ പ്രകാരം കേരളം വൈദ്യുതി വാങ്ങിയിരുന്നു. ഈ കരാർ അനുസരിച്ച് ജൂൺ 15 മുതൽ 400 മുതൽ 600 മെഗാവാട്ട് വൈദ്യുതി വരെ തിരികെ നൽകി തുടങ്ങേണ്ടി വന്നതാണ് നിലവിലെ പ്രതിസന്ധി ഇരട്ടിയാക്കിയത്. മൺസൂൺ മഴയിലുണ്ടായ കുറവും ഡാമുകളിലെ ജലക്ഷാമവും തുടർന്നാൽ വൈകിട്ട് 6 മണിക്കും 12 മണിക്കും ഇടയിൽ അരമണിക്കൂർ വരെ നിയന്ത്രണം തുടരുമെന്നാണ് KSEB ഇപ്പോൾ പറയുന്നത്. ഇതിനിടയിൽ സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വീണ്ടും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. കുറ്റപത്രം എപ്പോൾ സമർപ്പിക്കാനാകുമെന്ന് SIT കോടതി അറിയിക്കും. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ ആരൊക്കെ പ്രതികൾ ആകുമെന്നതിലും SIT റിപ്പോർട്ട് നൽകിയേക്കും. അന്വേഷണം പൂർത്തിയാക്കാൻ ഇനി സമയം നീട്ടി നൽകാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചിരുന്നു. അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയിലുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, നമുക്ക് അറിയേണ്ടത് അത് നിർണായകമാകുന്നത് 2005 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ആരാണ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. പ്രശാന്ത് അടക്കം സംശയനിഴലിലാണ്. അവർ കൂടി പ്രതികളായാൽ പ്രതികളാക്കപ്പെടുന്ന CPM നോമിനികളുടെ എണ്ണം അത് എത്രയോ ആകുമെന്നുള്ള കണക്കുകൾ നമുക്കറിയാം. അവർക്ക് നേരത്തെ തന്നെ SITയുടെ റഡാറിലുണ്ട്, ചോദ്യമുനയിലുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അവരെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കുമോ ഇനിയുള്ള നീക്കം SITയുടെ? രഞ്ജിത്ത്, ഇത് വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണനയ്ക്ക് വരുമ്പോൾ ഇത് കുറ്റപത്രമടക്കം എന്ന് സമർപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അന്തിമമായ റിപ്പോർട്ട് എന്ന് നൽകാൻ കഴിയുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ഹൈക്കോടതിയിലേക്ക് ഇന്ന് ബോധിപ്പിക്കേണ്ടി വരുന്നു.
ഇതിന്ന് പരിഗണിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ സ്വമേധയാ എടുത്ത കേസും അതോടൊപ്പം തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഹർജികളും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹർജികളും അടക്കമാണ് പരിഗണിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിന്റെ അന്വേഷണ പുരോഗതിയുടെ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം ആ റിപ്പോർട്ട് ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിക്കും. കാരണം അല്ലായെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്കെല്ലാം തന്നെ പോകും. കഴിഞ്ഞ തവണ തന്നെ കേസ് വിളിക്കുമ്പോൾ ഇത് എന്താണ് തുടർ നടപടികൾ, മറ്റ് ആരൊക്കെയാണ് പ്രതികൾ, കേസ് അന്വേഷണം എവിടം വരെ എത്തി എന്നതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെയും വ്യക്തമായ ഒരു വിശദീകരണം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനായ S. ശശിധരൻ IPS നേരിട്ടെത്തിയായിരിക്കും ദേവസ്വം ബെഞ്ചിന് ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണ് അന്തിമ റിപ്പോർട്ടും കുറ്റപത്രവും നൽകാനാവും എന്ന കാര്യം ഇന്ന് അദ്ദേഹം ദേവസ്വം ബെഞ്ചിന് മുൻപാകെ വിശദീകരിക്കുകയും ചെയ്യും. ഈ കേസിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. ഏതായാലും ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരുന്നു എന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം നീട്ടി നൽകാനാവില്ലെന്ന് SIGയോട് കഴിഞ്ഞ തവണ തന്നെ ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ കേസിൽ എത്ര പ്രതികൾ ഉണ്ട്, ഇനി ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് ഇന്ന് സമർപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്. ശരി ഡാനി, തുടരുക. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയതിനെതിരായ പോലീസിന്റെയും EDയുടെയും അപ്പീൽ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രതിയുടെ ജാമ്യാപേക്ഷ എതിർക്കാതിരുന്ന മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ സർക്കാർ എതിർകക്ഷിയാക്കി എന്നതും ഇതിൽ പ്രത്യേകതയാണ്, അപൂർവതയാണ്. ആരോപണങ്ങൾ തള്ളി ഫേസ്ബുക്ക് പോസ്റ്റുമായി ഗീനാകുമാരി രംഗത്ത് വന്നു. താൻ LDF, UDF, NDA എന്ന പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല, നിയമത്തിനും നീതിബോധത്തിനും കോട്ടം തട്ടുന്ന ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഏറ്റവും പ്രധാനപ്പെട്ട അതിനിർണായകമായ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് ഈ ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കി എന്നുള്ളതാണ്. അത് നിയമവൃത്തങ്ങൾ പറയുന്നത് അപൂർവതയായാണ്. അതിലിപ്പോൾ നമുക്കറിയാം EDയുടെ നിലപാട് ഈ വിഷയത്തിൽ, തങ്ങൾക്ക് ഈ ജാമ്യം വിഷയത്തിൽ കോടതിയെ സമീപിച്ച പശ്ചാത്തലമുണ്ട്. സർക്കാരിന് സ്വാഭാവികമായും ഇതിൽ മറുവാദം ഉന്നയിക്കാനും പറ്റില്ല. അവർക്ക് സംഭവിച്ചൊരു വീഴ്ചയാണ് ഈ ഗീനാകുമാരിയുടെ വിഷയമടക്കം. അത് പ്രതിരോധിക്കാനുള്ള നീക്കമാണോ ഇന്ന് കോടതിയിൽ നടക്കുക? രഞ്ജിത്ത്, വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ED കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന പ്രോസിക്യൂട്ടർ അവരില്ല. പ്രോസിക്യൂട്ടറിന്റെ വീഴ്ച തന്നെ ചൂണ്ടിക്കാട്ടുന്ന രീതിയിലേക്ക് തന്നെ സർക്കാരിന്റെ ഭാഗം തന്നെ മാറുന്നു എന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അവരെ ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ അതിൽ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനമായും തന്നെ സംസ്ഥാന ഈ 9ാം പ്രതിയായ ഹരീഷ് കുമാർ, അതിന് കീഴ്ക്കോടതി നൽകിയ ജാമ്യം, ആ ഉത്തരവ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ജാമ്യം നൽകാൻ ഇടയാക്കിയ സാഹചര്യം എന്നത് പ്രോസിക്യൂഷന്റെ നിലപാടായിരിക്കും. ഈ സെഷൻസ് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ജാമ്യാപേക്ഷ എതിർക്കാത്ത രീതിയിലേക്കെല്ലാം തന്നെ പോയി എന്ന രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇന്നലെ ഈ കേസിലെ SHOയെ തന്നെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഇന്നലെ വിളിച്ച് വരുത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. തുടർന്നാണ് ഇവരെ നീക്കം ചെയ്യുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഇന്ന് സർക്കാരിന് വേണ്ടി DGP തന്നെ നേരിട്ട്, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ T. അസഫ് അലി തന്നെയാണ് നേരിട്ട് ഹാജരാകുന്നത്. ഇന്ന് അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് വരും ദിവസങ്ങളിലേക്ക് വരുന്ന ഒരു അപ്പീലായിരുന്നു. പക്ഷെ ഇത് ഇന്ന് അടിയന്തരമായി പരിഗണിക്കണമെന്ന് DGP തന്നെ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തുടർ നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. പ്രതിക്ക് ജാമ്യം നൽകിയ നടപടിക്കെതിരെ ED നൽകിയ ഹർജിയും ഹൈക്കോടതി ഇതോടൊപ്പം തന്നെ പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത ഉള്ളത് എന്നതാണ്. കേസിൽ ജാമ്യം നൽകുന്നത് എതിർക്കാത്ത പ്രോസിക്യൂട്ടറുടെ നിലപാട് സംശയകരം എന്ന രീതിയിലാണ് EDയുടെ ഒരു വാദമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂട്ടർ ഗീനാകുമാരി സർക്കാർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. അതേസമയം തന്നെ ഗീനാകുമാരി തന്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുമായിട്ട്
വന്നിരുന്നു. തന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ജോലി തുടരുകയായിരുന്നു. തനിക്ക് മറ്റ് അതായത് രാഷ്ട്രീയ പക്ഷം പിടിക്കുന്ന രീതിയിലല്ല താൻ നിലപാടുകൾ സ്വീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ കീഴ്ക്കോടതിയിൽ നിന്ന് പ്രതിക്ക് ജാമ്യം നൽകാനിടയായ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇവർ എതിർക്കാതിരുന്നതാണ്. അതിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. അവർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തു നിന്നുണ്ടായ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും വന്ന ആളാണ്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചതെന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അടക്കം ഉയരുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം DGP നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോരുകയും. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. റോഡരികിലെ നടപ്പാതകൾ കാൽനടയാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നു പോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ അവ ഇന്നതാണോ അവസ്ഥ? ഒരാഴ്ചക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തി. നഗരങ്ങളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് ന്യൂസ് 18. പ്രത്യേക ക്യാമ്പയിനിലൂടെ വഴി നടക്കണ്ടേ? ഫുട്പാത്തുകളെ ഫുഡ് സ്ട്രീറ്റുകളാക്കി മാറ്റി കാൽനട യാത്രക്കാരെ തിരക്കേറിയ റോഡുകളിലേക്ക് തള്ളിയിടുന്ന പ്രാകൃത കാഴ്ച കാണണമെങ്കിൽ തലസ്ഥാനത്ത് വരണം. നഗരത്തിൽ പലയിടത്തും നടപ്പാതകൾ കാൽനട യാത്രക്കാർക്ക് അന്യമായി കഴിഞ്ഞു. ഹോട്ടലുകളുടെ മാതൃകയിലുള്ള സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ നടപ്പാതകൾ കീഴടക്കുന്ന കാഴ്ചകളാണ് മിക്ക സ്ഥലങ്ങളിലും. എല്ലാ നിയമലംഘനങ്ങൾക്കും വിളക്ക് പിടിച്ച് പോലീസും ഭരണക്കാരും. ന്യൂസ് 18 ക്യാമ്പയിൻ. തിരുവനന്തപുരത്ത് MC റോഡിൽ കേശവദാസപുരം കഴിഞ്ഞാൽ MG കോളേജിന്റെ ആദ്യ ഗേറ്റിന് മുന്നിലെ ഫുട്പാത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഫുട്പാത്ത് മുന്നോട്ട് പോകുന്തോറും ഫുഡ് സ്ട്രീറ്റായി മാറും. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് സ്ട്രീറ്റ്. ഒരു തട്ടുകടയിൽ നിന്ന് തുടക്കം, പിന്നെ വളരെ വേഗം ഫുഡ് സ്ട്രീറ്റായി ഇവിടം മാറി. വഴിയോര കടകളാണെങ്കിലും ഹോട്ടലുകളെ പോലെ കസേരയും മേശയും ഇട്ട് ഡൈനിങ് സംവിധാനം, അതും നടപ്പാതയിൽ. നടന്നു പോകേണ്ടവർ തിരക്ക് പിടിച്ച റോഡിലൂടെ ഇറങ്ങി നടക്കണം. ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. വൈകുന്നേരമായാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നടപ്പാതയിലെ കടകൾക്ക് പുറമെ റോഡിൽ ഒരു വരിയിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ വാഹനങ്ങളുടെ പാർക്കിംഗ്. അതുകൂടിയാകുമ്പോൾ തിരക്ക് പൂർണ്ണം. നടപ്പാത കയ്യേറി പ്രവർത്തിക്കുന്ന കടകൾക്ക് കാവലൊരുക്കാനെന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പോലീസും എത്തും. കവടിയാറിൽ നിന്ന് കുറവൻകോണത്തേക്കുള്ള റോഡിൽ വന്നാൽ അടുത്ത ഫുഡ് ഹബ്ബ് കാണാം. അത് ഫുട്പാത്തിൽ തന്നെ. കുറച്ചുകൂടി ആഡംബരത്തിലുള്ള കയ്യേറ്റം, നടപ്പാത കയ്യേറിയുള്ള കച്ചവടം. ഇവിടെ കാഴ്ചകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നിർത്തിയിട്ട വാഹനങ്ങളാണ് ഇവിടത്തെ ഫുഡ് സ്ട്രീറ്റിൽ. പക്ഷേ ഫുട്പാത്ത് കയ്യേറ്റത്തിന് കുറവില്ല. ഇസ്താംബുൾ ടർക്കിഷ് വിഭവങ്ങളും റോളുകളുമൊക്കെ യഥേഷ്ടം നടപ്പാത കീഴടക്കുന്നു. വെള്ളയമ്പലത്തും വഴുതക്കാട്ടും ബേക്കറി ജംഗ്ഷനിലും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലും സർവകലാശാല ആസ്ഥാനത്തിന് സമീപവുമൊക്കെ കാഴ്ചകൾ സമാനം. റോഡിന്റെ രണ്ടു വശത്തും ചെറുതും വലുതുമായ കടകൾ. കൂടുതലും നടപ്പാത കയ്യേറി തന്നെ. നടപ്പാത വിട്ട് റോഡിലേക്ക് ഇറക്കിയുള്ള കടകളുമുണ്ട്. നേരത്തെയൊക്കെ ചെറിയ തട്ടുകടകളായിരുന്നുവെങ്കിൽ നഗരത്തിലെ വൻകിട ബാറുകളുടെയും ഹോട്ടലുകളുടെയും സഹോദര സ്ഥാപനങ്ങളും നടപ്പാതകൾ കീഴടക്കുന്നു. മാത്രമല്ല പലയിടത്തും ആധിപത്യം ഇവർക്ക് തന്നെ. അതുകൊണ്ടുകൂടിയാകാം ഈ നിയമലംഘനങ്ങൾക്ക് അധികൃതർ കണ്ണടയ്ക്കുന്നതും. തിരക്കേറിയ റോഡിലെയും ഫുട്പാത്തിലെയും അനധികൃത പാർക്കിംഗ് കൂടിയാകുമ്പോൾ നിയമം പിന്നെയും നോക്കുകുത്തിയാകുന്നു. നടപ്പാതയും റോഡുമൊക്കെ വൻകിട ഹോട്ടൽ ഗ്രൂപ്പുകൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തത് കാണണമെങ്കിൽ പാളയത്ത് തന്നെ വരണം. ഒരു പ്രദേശം മുഴുവൻ വർഷങ്ങളോളം അനധികൃത പാർക്കിംഗ് കേന്ദ്രമാക്കി. പിന്നെ സർക്കാർ ചെലവിൽ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് പണിതു. അവിടെയും കാൽനട യാത്രക്കാർ പാതയ്ക്ക് പുറത്തു തന്നെ. കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി മനുഷ്യാവകാശ കമ്മീഷനും കോടതികളുമൊക്കെ ഇടപെടും. സുപ്രീം കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകും. പക്ഷേ നിയമം നിർമ്മിക്കുന്നവരും അത് പാലിക്കേണ്ടവരും കണ്ണടച്ചാൽ എന്തു ഫലം? സന്തോഷ് കുമാറിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. വാട്ടർ അതോറിറ്റി പൈപ്പിടാനെന്ന പേരിൽ ശ്രീകാര്യത്ത് റോഡ് പൊളിച്ചിട്ട് 6 മാസം. കുഴികളും ചാലും നിറഞ്ഞ റോഡിൽ അപകട പരമ്പരയുണ്ടായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല. പണി എന്ന് തീരുമെന്നും ആർക്കും അറിയില്ല.
ശ്രീകാര്യത്ത് നിന്ന് കഴക്കൂട്ടത്തേക്കുള്ള പ്രധാന പാതയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നേരത്തെ തന്നെ വലിയ ഗതാഗത കുരുക്കുള്ള പ്രദേശം. ശ്രീകാര്യം മേൽപ്പാലത്തിനുള്ള നിർമ്മാണങ്ങൾ ഒരു വശത്ത്, ജല അതോറിറ്റി പൈപ്പിടാൻ കൂടി ആരംഭിച്ചതോടെ 6 മാസമായി ദുരിതമയം. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ വർക്കാണ് നടക്കുന്നത്. കഴിഞ്ഞ 6-7 മാസം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ദുരിതത്തിലാണ്. ഏകദേശം ഒരു 100-ൽ പരം ആൾക്കാരാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റിൽ നിന്നും കല്ല്, 1.5 ഇഞ്ചിന്റെ മെറ്റൽ കല്ലുകളാണ് കുട്ടികളുടെ തലയിൽ വരെ വണ്ടികളുടെ ടയർ അടിച്ചിട്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ തൊട്ടടുത്ത ജംഗ്ഷനിലാണ് ഗവൺമെന്റ് ശ്രീകാര്യം ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത ജംഗ്ഷനിലാണ്. അവിടുത്തെ സ്കൂളിന്റെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ഡസ്റ്റാണ് ഈ പൊടി. ജനുവരിയിൽ ആരംഭിച്ച പണി ഒരാഴ്ചയ്ക്കപ്പുറം നിർത്തിവെച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ പെയ്താൽ ദുരിതം ഇരട്ടിക്കും, അപകടങ്ങളും തുടർക്കഥ. ഇലക്ഷന്റെ അന്നായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് കൂടി ഈ നടുക്കിടുന്ന മെറ്റലില്ലേ, ഇവർ ഈ കുഴി എന്തോ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, അടയ്ക്കാൻ വേണ്ടി മെറ്റൽ കൊണ്ടിടും. വലിയ വണ്ടി പോകുമ്പോൾ ഈ മെറ്റലെല്ലാം റോഡിൽ വരും. ഞാൻ അതിൽ സ്കിഡ് ചെയ്ത് വേണം, എൻ്റെ കണ്ണിനാണ് പരിക്ക് പറ്റിയത്. കണ്ണ് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു എനിക്ക്. നിരന്തരമായി യൂസ് ചെയ്യുന്ന വഴി ഇതാണ്. അതെ. ഞാനിപ്പോൾ പേടിച്ചിട്ട് ഇതുവഴി പോവാറില്ല. ഞാൻ വളഞ്ഞു പോകും, കാരണം എനിക്ക് പേടിയാണ്. ഇതുവഴി വലിയ വണ്ടി വന്നാൽ ഞങ്ങൾക്ക് സ്കൂട്ടറുകാർക്ക്, ഞാൻ സ്കൂട്ടറിലാണ് പോകണം, 2 വീലറിലാണ് പോകണം, സൈഡ് കൊടുക്കാൻ പോലും പറ്റത്തില്ല. റോഡിൽ നിന്നും വരുന്ന പൊടി കൊണ്ടുള്ള ശല്യം ഒരു വശത്ത്, വലിയ വാഹനങ്ങൾ പോകുമ്പോൾ തെറിക്കുന്ന കല്ലുകളും അപകടമുണ്ടാക്കുന്നു. ദുരിതം എന്ന് തീരുമെന്ന് ചോദിക്കുകയാണ് കച്ചവടക്കാരും. നിറയെ പൊടിയാണ്. ആൾക്കാർ ഇവിടെ സ്ഥിരം വീഴ്ചയാണ്. ഡെയിലി നമ്മൾ 2-3 ആൾക്കാരുടെ പൊക്കിയ ദിവസങ്ങളുണ്ട്. എൻ്റെ കണക്കൂട്ടിൽ 6 മന്ത്സ് ഗ്യാപ്പിൽ ഞാൻ ചുരുങ്ങിയത് 30-25 പേരിനെ ഇവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. സ്റ്റേഷനിൽ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉള്ള സ്ഥലമാണ്. അക്ഷരാർത്ഥത്തിൽ ദുരിതയാത്രയാണ് ഇതുവഴിയുള്ളത്. എത്ര നാൾ ഈ അപകടകരമായ യാത്ര തുടരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ അരുണോടൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ നിന്നും മാറി ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ 100ഓളം വയോധികർ ഒരുമിക്കുകയാണ്. വയനാട് കമ്പളക്കാട് ഇസ്ലത്തുൽ ഇസ്ലാം സൗത്ത് സോഡൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹലിലെ വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച തികച്ചും സൗജന്യമായ ഉല്ലാസയാത്രയാണ് ഇപ്പോൾ നാടിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. വയനാട് കമ്പളക്കാട് ഇസ്സത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള 100ഓളം വയോധികരാണ് KSRTCയുടെ 2 ബസ്സുകളിലായി വിനോദയാത്രയ്ക്കായി തിരിച്ചത്. മൈസൂർ ഉൾപ്പെടെയുള്ള കർണാടകയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് യാത്രയുടെ ലക്ഷ്യസ്ഥാനങ്ങൾ. ഭക്ഷണം, വിനോദ കേന്ദ്രങ്ങളിലെ പ്രവേശന ഫീസുകൾ, മറ്റ് യാത്രാ ചിലവുകൾ തുടങ്ങി മുഴുവൻ ചിലവുകളും കമ്മിറ്റി തന്നെയാണ് വഹിക്കുന്നത്. വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹല്ല് കമ്മിറ്റി നടപ്പിലാക്കിയ ഈ മാതൃകാപരമായ പ്രവർത്തനം ഏറെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കുടുംബം ഉണ്ടായിട്ടും സാഹചര്യങ്ങളും സമ്പത്തുണ്ടായിട്ടും ഒതുങ്ങിപ്പോകുന്ന, ഏറ്റവും സ്ട്രെസ്സായി ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇനി ജീവിതം എല്ലാ അർത്ഥത്തിലും പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയപ്പെട്ട പോലെ അങ്ങനെ ജീവിതം തള്ളി നീക്കുന്ന ഒരാളുകളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 60ഉം 70ഉം ഒക്കെ കഴിഞ്ഞ ആളുകൾ. അപ്പൊ അവർക്ക് മഹലിന്റെ പരിഗണനയിൽ ഏറ്റവും നന്നായിട്ടൊരു ട്രീറ്റ് എന്ന നിലക്കാണ് നമ്മളിത് ആദ്യം പ്ലാൻ ചെയ്തു തുടങ്ങിയത്. ഒരേ പ്രായക്കാരായ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു പകൽ മുഴുവൻ ചെലവഴിക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലായിരുന്നു ഓരോ വയോധികനും. പ്രായാധിക്യത്തിന്റെ അവശതകൾ മറന്ന പുത്തനുന്മേഷത്തോടെ അവർ ബസ്സുകളിലേക്ക് കയറിയപ്പോൾ പലർക്കും ഇതൊരു പുതുമ നിറഞ്ഞ മനോഹരമായ അനുഭവമായി മാറി. ന്യൂസ് 18 വയനാട്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ കാട്ടാന വീട് തകർത്തു. ചുരുളിപ്പത്താൽ തെങ്ങും പെള്ളിൽ രാജേഷിന്റെ വീടാണ് കഴിഞ്ഞ രാത്രി കാട്ടാന തകർത്തത്. കാട്ടാനാക്രമണം രൂക്ഷമായതോടെ ചുരുളിപ്പതാൽ ഇടത്തട്ടിൽ നിന്നും 3 കുടുംബങ്ങളെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഇടപെട്ട് മാറ്റി താമസിപ്പിച്ചിരുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോയിമോൻ സണ്ണി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാൻസി സ്റ്റീഫൻ എന്നിവർ സ്ഥലത്തെത്തി. 2 ആഴ്ച മുൻപും 2 വീടുകൾ കാട്ടാന തകർത്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇനി പോകണം. അത് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം കലർന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടായതായി 6 വയസ്സുകാരുടെ രക്ഷിതാക്കൾ. തോട്ടപ്പള്ളി പുളുന്താഴ സ്വദേശി അഞ്ജലി സുബിത്ത് ദമ്പതികളുടെ കുട്ടിയെയാണ് അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏപ്രിൽ 24-നാണ് കുട്ടിയുമായി കൃത്രിമ വെള്ളച്ചാട്ടമായ വണ്ടർ ഫോൾസിൽ ഇവർ എത്തിയത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് കുട്ടി ഇപ്പോൾ മല്ലിടുകയാണ്. കുട്ടിക്കുള്ള ചികിത്സയടക്കം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിക്ക്
ഈ കുട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ട്, അതായത് മലിനജലം ഉപയോഗിച്ചാണ് വണ്ടർഫോൾസ് എന്ന ഒരു കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കുകയും അതിൽ കക്കൂസ് മാലിന്യത്തിന്റെ അളവ് ഉണ്ടായിരുന്നുവെന്നും ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ ഒരു ആരോപണവുമായി തോട്ടപ്പള്ളി സ്വദേശിയായ കുടുംബം മുന്നോട്ട് വന്നിരിക്കുന്നത്. തോട്ടപ്പള്ളി പുളിന്താഴം സ്വദേശിയായ അഞ്ജലിയുടെയും സുബിത്തിന്റെയും 6 വയസ്സുകാരനായ കുട്ടിക്കാണ് ഗുരുതര ആരോഗ്യ പ്രശ്നം ഇവിടെ വണ്ടർഫോൾസിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കിയത്. അതിൽ പ്രധാനമായി അവർ പറയുന്നത്, കുട്ടി ഏപ്രിൽ 24-ന് ഇവിടെ വണ്ടർഫോൾസിൽ എത്തിയിരുന്നു. ഒരുപാട് സമയം, മണിക്കൂറുകളോളം ഈ വെള്ളച്ചാട്ടത്തിൽ ചെലവഴിച്ചു. പലപ്പോഴും ശരീരത്തിനകത്തേക്ക്, അതായത് വായിലൂടെയും മൂക്കിലൂടെയും വെള്ളം കയറുന്ന രീതിയിലായിരുന്നു കുട്ടി ആ സമയം ഇവിടെ ചെലവഴിച്ചിരുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. പിന്നീട് മെയ് 11 കടുത്ത ഛർദിയും പനിയും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കുട്ടിക്ക് ഉണ്ടായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗുരുതരമായ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇവിടെ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ തന്നെ അവർ ചോദിച്ചത് വെള്ളവും മലിനജലവുമായി കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു കുട്ടിയുടെ രക്ഷകർത്താക്കളോട് ചോദിച്ചത്. ഈ കുട്ടിക്ക് ആകെയുള്ള കോണ്ടാക്ട്, അതായത് മത്സ്യത്തൊഴിലാളി കുടുംബമാണ്, ആകെയുള്ള ഒരു കോണ്ടാക്ട് ഇവിടെ എത്തി, അതായത് യാത്രകൾ പോയിട്ടില്ല, മറിച്ച് ഇവിടെയാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കി. ഉടൻ തന്നെ തുടർ ചികിത്സയ്ക്കായി തുടർ ടെസ്റ്റുകൾക്കുമായി കുട്ടിയെ അയക്കുകയായിരുന്നു. അങ്ങനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടത്തിലാണ് കുട്ടിക്ക് തലച്ചോറിലേക്കുള്ള ഞരമ്പിൽ അണുബാധ കണ്ടെത്തിയത്. തലച്ചോറിന്റെ സെർബല അണുബാധ ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള ഇൻഫെക്ഷൻ കുട്ടിക്ക് ബാധിച്ചു എന്നുള്ളത്, അത് വാട്ടർ കോണ്ടാക്ടിന്റെ ഭാഗമായാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുമാണ് കണ്ടെത്തിയത്. 2.5 ലക്ഷം രൂപയ്ക്ക് മേലാണ് ആ മത്സ്യത്തൊഴിലാളികളായ നിർധന കുടുംബത്തിന് ചെലവഴിക്കേണ്ടി വന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ നിന്നായി നമ്മളുടെ വാർത്തയ്ക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ വന്നെത്തിയ ആളുകൾക്ക് ഇത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോഴും യാതൊരുവിധ നടപടിയും ആരോഗ്യ വകുപ്പിന്റെയോ മറ്റ് പോർട്ടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനായി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യ വകുപ്പ് പോലും ഇതിനകത്തൊരു അന്വേഷണം നടത്താനായി തയ്യാറായില്ല. ആ മലിനജലം നിരവധി ആളുകൾ എത്തുന്ന ബീച്ചിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് 10 ml 100-ന് മേളിൽ, അതായത് 100 ml 1000-ന് മേലുള്ള ആ വെള്ളം അതുപോലെ തന്നെ പൊട്ടിച്ച് നിലത്തേക്ക് അണുനശീകരണം നടത്തണമെന്ന് നിർദ്ദേശമുണ്ടായിട്ടും നിലത്തേക്ക് ഒഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇതിനകത്ത് ഒരു ഡെപ്തിലുള്ള ഒരു അന്വേഷണം, അതായത് നമ്മൾ ഇത് സർക്കാരിന്റെ വകുപ്പിനെ കൊണ്ട് തന്നെയാണ്, അതായത് കായൽ ഗവേഷണ കേന്ദ്രവും ഒപ്പം തന്നെ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറും ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ ന്യൂസ് 18 ആവശ്യപ്പെട്ടതിനനുസരിച്ച് വെള്ളം എടുത്ത് പരിശോധിക്കുകയും കോളിഫോം ബാക്ടീരിയ, അതായത് കക്കൂസ് മാലിന്യം കലർന്ന വെള്ളമാണ് ഇത്രയധികം ജനങ്ങളുടെ ശരീരത്തിലേക്ക് അവർ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ ഈ നഗരസഭയ്ക്കടക്കം വിനോദ നികുതി അടച്ചു, പോർട്ടിന് 30 ലക്ഷം രൂപ കെട്ടിവെച്ചു. അങ്ങനെയാണ് ഈ ഒരു കാർണിവലിന്, അതും CRZന്റെ എല്ലാ ലംഘനങ്ങളും നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാർണിവൽ ആലപ്പുഴയിൽ സംഘടിപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിനകത്ത് ഇത്രയധികം ഗുരുതര പ്രശ്നങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഒരു അകത്തേക്കൊരു അന്വേഷണത്തിന്, അതായത് ആരോഗ്യ വകുപ്പടക്കം ഇൻക്ലൂഡായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ആലപ്പുഴയിലെ രാഷ്ട്രീയത്തിന്റെ, അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇടത് രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള ഒരു വിഭാഗത്തിന്റെ ഒരുമിച്ചുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് ഈ കാർണിവൽ സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരസഭയുമായി ബന്ധപ്പെട്ട ഇതിന്റെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ വലിയ മാലിന്യം ആലപ്പുഴ ബീച്ചിൽ പൊട്ടിച്ച 90 അടി ഉയരമുള്ള ആ ഭിത്തികൾ പൊട്ടിച്ച് താഴെയിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ മാലിന്യം ഇപ്പോഴും ആലപ്പുഴ ബീച്ചിൽ കിടക്കുകയാണ്. തീർച്ചയായും പങ്കുവെക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കിനി ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. കോവളം മുട്ടക്കാട് സ്വദേശികളായ അനു ചിന്നു ദമ്പതികളുടെ മകളായ അലീഹ എന്ന അല്ലിയുടെ 4ാം ജന്മദിനമാണ് ഇന്ന്. ആശംസ നേടുന്നത് അച്ഛൻ അനു, അമ്മ ചിന്നു, കൊച്ചച്ഛൻ പ്രദേശ്, കുഞ്ഞമ്മ ആനി എന്നിവർ. ഇന്ന് 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇല്ലു ആശംസ അറിയിക്കുന്നത് അച്ഛൻ പ്രവീണും അമ്മ സുമിയും. നമുക്കിനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ ലോകകപ്പ് വിശേഷങ്ങൾ ഒരുപാടുണ്ട്. എൽദോ പോൾ ചേരും ഏറ്റവും പുതിയ വിവരങ്ങളുമായി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.